എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1456 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ PS ഭാഗ്യലക്ഷ്മി മാഡമാണ്. മാഡം തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു. 41 വർഷത്തെ ചികിത്സാ പരിചയമാണ് മാഡത്തിനുള്ളത്. ഇന്ന് നമ്മളുടെ 1 മണിക്കൂർ നമുക്ക് ഭാഗ്യലക്ഷ്മി ഡോക്ടറോടൊപ്പം എന്ന വിഷയമാണ് വെച്ചിരിക്കുന്നത്. ഡോക്ടർ PS ഭാഗ്യലക്ഷ്മി മാഡത്തെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാഡം ആരംഭിക്കാം. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഭാഗ്യലക്ഷ്മി മാഡം കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. കേൾക്കാം മാഡം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാനാക്കിയ എന്നെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ആദരിച്ച ഡോക്ടർ മറിയാമ്മ ജോണിന് എന്റെ നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം എന്റെ എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ എന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് തുടങ്ങട്ടെ. ഇതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തത് യൂറിത്രൽ സ്ട്രിക്ചറിനെ പറ്റിയായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് യൂറിന്റെ സ്പെഷ്യാലിറ്റീസ് പറയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യങ്ങളാണ് ഞാനിപ്പോ പറയാൻ തുടങ്ങുന്നത്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പേഷ്യന്റ് വന്ന് എന്തെങ്കിലും യൂറിനറി കംപ്ലൈൻറ്റ്സ് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കുമല്ലോ. അപ്പൊ ആ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നതിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ മെഡിസിൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പെട്ടെന്ന് ഓർത്ത കാര്യങ്ങളാണ്. അപ്പം അതില് നമ്മൾ ആദ്യം യൂറിൻ റുട്ടീനും മൈക്രോസ്കോപ്പി എഴുതി കൊടുത്തു വിടുമ്പോൾ നമുക്ക് സാധാരണ അവര് അതിനകത്ത് കാണുന്ന എന്തെങ്കിലുമൊക്കെ കാണും. അത് ആൽബുമിൻ, ഷുഗർ എല്ലാം നില്ല് പറയും. അതോടൊപ്പം പിന്നെ കുറച്ച് കാര്യങ്ങൾ ഡെപ്പോസിറ്റ്സിനകത്ത് കാണിക്കുന്നത് കാസ്റ്റ്, ക്രിസ്റ്റൽസ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ടെങ്കിൽ അവരത് എഴുതി തരും. നമ്മൾ അതൊക്കെ ഒന്ന് നോക്കാതെ അങ്ങ് വിടും. പക്ഷെ അതങ്ങനെ നോക്കാതെ വിടരുത്. അതിനകത്തുനിന്നൊക്കെ നമുക്ക് മെഡിസിൻ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മിക്കവാറും നമ്മൾ നോക്കുമ്പം അതിനകത്ത് സാധാരണ കാണും കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കാണാം, ചിലപ്പോൾ യൂറേറ്റ്സ് കാണാം, ചിലപ്പോൾ അമോർഫസ് ഫോസ്ഫേറ്റ്സ് എന്ന് കാണാം. ഇതൊക്കെ നമ്മൾ കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിടുമെങ്കിലും നമ്മൾ അതിലൊന്ന് ശ്രദ്ധ കൊടുക്കണം. ആ ഒരു കാര്യം പറയാം ഞാൻ. അതില് നമ്മൾക്ക് പിന്നെ ഈ യൂറിനിൽ ഈ കാൽഷ്യം ഓക്സലേറ്റ്സ് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടാകുന്നത് മിക്കവാറും അത് നമ്മുടെ ഫുഡ് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഫുഡിന്റെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എങ്കിലും അതിന് നോക്കിയിട്ട് അതിലൊക്കെ കൂടുതൽ അമോർഫസ് ഫോസ്ഫേറ്റ് ആണെങ്കിൽ നമ്മുടെ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ ഫോസ്ഫേറ്റ്സുകളായിരിക്കാം. അതൊക്കെ ആ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫുഡ് അത് യൂറിന് pH ഹൈ ആയിരിക്കണം. യൂറിന്റെ ആദ്യം ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ആദ്യം സ്പെസിഫിക് ഗ്രാവിറ്റി എഴുതുമല്ലോ. അപ്പൊ നമ്മുടെ നോർമൽ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് തന്നെ 1.005 to 1.030 വരെ വരാം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ്ഡ് എന്ന് വല്ലതും പറഞ്ഞ് കാണുവാണെങ്കിൽ നമുക്ക് അതിന്റെ കാരണം ഡീഹൈഡ്രേഷൻ ആണ്. അപ്പം ഡീഹൈഡ്രേഷനിൽ നമുക്ക് വെള്ളം കുടിപ്പിക്കണം ധാരാളം. സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ നിൽക്കുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ വെള്ളം കുടിപ്പിക്കണം. പിന്നെ വേറെ ഡിസീസ് കണ്ടീഷൻസ് ഒരുപാടുണ്ട്, എങ്കിൽ പോലും ഇതാണ്. പിന്നെ യൂറിന്റെ pH നോർമൽ pH വാല്യൂ 4.5 to 9 വരെ പോകാം. പിന്നെ നമ്മൾ അതിനകത്ത് കാണുന്നത് കൂടുതലും ചിലപ്പം പസ് സെൽസ് കാണാം. പിന്നെ മിക്കവാറും ഇപ്പോഴെല്ലാവരും WBC പ്രസന്റ് ഇൻ യൂറിൻ എന്ന് പറയും.
അപ്പൊ അതും മിക്കവാറും നമ്മള് പണ്ടൊന്നും അങ്ങനെ പറയത്തില്ലായിരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ മിക്കവാറും WBC, അതെങ്ങനെ WBC ഇതിൽ വരും എന്ന് നമുക്കൊരു തോന്നൽ വരാം. പക്ഷെ WBC ഇപ്പൊ ഒരു സ്ഥിരമായിട്ട് എഴുതിയത് അത് ലുക്കോസൈറ്റ്സ് കൂടുതൽ വരുമ്പോഴാണ് അവരങ്ങനെ എഴുതുന്നത്. RBC കാണാം, WBCയും കാണാം. അപ്പൊ ഈ WBC കൂടുതൽ ഉണ്ടാകുന്ന കണ്ടീഷനിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പിന്നെ ആ ഇൻഫെക്ഷൻ കൂടുതൽ വരുവാണെങ്കിൽ കൂടുതൽ അതിന്റെ ബ്ലാഡർ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഈ WBC കൂടുതൽ വരാൻ കാര്യം. പിന്നെ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഹൈ ആയിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് മരുന്ന് ആർണിക്കയാണ്, യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ്ഡ് ആണെങ്കിൽ. അതോടൊപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ലോ വിത്ത് പോളിയൂറിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് സനിക്കുല നല്ല ആക്ഷൻ കിട്ടും. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ ഹൈ റേഞ്ചിങ് ഫ്രം 1.040 to 1.044 ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ യുറേനിയം നൈട്രിക്കം 3x. അത് ഒന്നുകൂടെ ഒന്ന് പറയാം. 1.040, 1.005 to 1.030 വരെയാണ് നോർമൽ. അതിൽ നിന്ന് കൂടി വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ കൂടുതൽ കാണിക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജിലൊക്കെയാണ് നമുക്ക് ആർണിക്ക കൊടുക്കാം. പിന്നെ അതിനേക്കാൾ ഹൈ റേഞ്ച് വരുവാണ് 1.040 ഒക്കെ എബോവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് യുറേനിയം നൈട്രിക്കം 3x ആണ് നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്ന്. അതോടൊപ്പം പ്ലംബം മെറ്റും കൊടുക്കാം. ഇച്ചിരി സ്പെസിഫിക് ഗ്രാവിറ്റി ഹൈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലംബം മെറ്റ് കൊടുക്കാം. അതെ. പിന്നെ നമുക്ക് ബാക്കി മറ്റേ ഫോസ്ഫേറ്റ്, ആദ്യം ഈ സ്പെസിഫിക് ഗ്രാവിറ്റിയും അതും pH, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് രണ്ടും വെച്ച് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതില് നമ്മൾക്ക് ഞാൻ ഈ പറഞ്ഞ ഓക്സലേറ്റ് ക്രിസ്റ്റൽസും യൂറേറ്റ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മിക്കവാറും നമുക്ക് നോക്കുമ്പോൾ യൂറേറ്റ്സ് ഒക്കെ പ്രസന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാറുണ്ട്. നമുക്ക് യൂറേറ്റ്സ് യൂറിനിൽ കൂടുതലായിട്ട് കാണുന്നെങ്കിൽ അത് എന്തെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലംസും കൂടെ ഉള്ള സമയത്താണ് ഉണ്ടായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് പറ്റിയ മെഡിസിൻ നാട്രം സൾഫ് 30 ആണ്. ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് വിത്ത് യൂറേറ്റ്സ് ഇൻ യൂറിൻ. പിന്നെ ഈ യൂറേറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കാതെ കൊടുക്കാവുന്ന ഒരു സ്പെസിഫിക് റെമഡിയാണ് തലാസ്പി ബർസ. അപ്പൊ അത് കൊടുക്കാം. പിന്നെ ഹൈലിൻ കാസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണാറുണ്ടല്ലോ നമ്മള്. അതൊക്കെ ഹൈലിൻ കാസ്റ്റ് കാണുമ്പോൾ ചോദിക്കണം വെള്ളം കൂടി കുറഞ്ഞോ നിങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ പേഷ്യന്റ് സ്ട്രെനുവസ് ആയിട്ട് എക്സസൈസ് ചെയ്തിട്ട് പോയി ചെന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഹൈലിൻ കാസ്റ്റ് കാണാം. ഈ രണ്ട് കാര്യവും നമ്മൾ ആദ്യം അവരോട് ചോദിക്കണം. പിന്നെ അതില് അത് രണ്ടും ഇല്ല എന്നുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ പിന്നെ നമ്മൾ പോകേണ്ടത് അത് ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്തെങ്കിലും ഉണ്ടോ, കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അത് കണ്ടു കഴിഞ്ഞാൽ ഹൈലിൻ കാസ്റ്റ്. അതുപോലെ തന്നെ എപ്പിത്തീലിയൽ കാസ്റ്റുകളാണെങ്കിൽ അത് കാണുവാണെങ്കിൽ കൂടുതൽ നമ്മുടെ അതും കിഡ്നി ട്യൂബ്യൂൾസിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലാണ്, കിഡ്നി ഇൻഫെക്ഷൻ വരുമ്പോഴാണ് കൂടുതൽ എപ്പിത്തീലിയൽ കാസ്റ്റ് കാണുന്നത്. അതേസമയം എപ്പിത്തീലിയൽ സെൽസ് മാത്രമാണ് കാണുന്നതെങ്കിൽ അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഒരു ലക്ഷണമാണ്. മിക്കവാറും കാണും. നോർമൽ പസ് സെൽസും എപ്പിത്തീലിയൽ സെൽസും പ്രസന്റ് എന്ന് പറയും. പക്ഷെ അതിൽ എപ്പിത്തീലിയൽ സെൽസിന്റെ കൗണ്ട് ഒരു 20-25 എന്നൊക്കെ പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് തീർച്ചയായിട്ടും എടുക്കണം. 10-15 എന്നൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങ് വിടാം, കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ മതി, വേറെ ചെറിയൊരു ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ മാറ്റാം. പിന്നെ അമോർഫസ് ഫോസ്ഫേറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ അത് യൂറിന്റെ pH എബോവ് ആണെങ്കിൽ 6.5 എബോവ് വന്നു കഴിഞ്ഞാലും പിന്നെ അമോർഫസ് ഫോസ്ഫേറ്റ് വരാം. അതുപോലെ ഫുഡ് ഹൈലി ഇതായിട്ടുള്ള ഫുഡ്, ഹൈലി പ്രോട്ടീൻ കണ്ടന്റ്സ് ഒക്കെ ഉള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലും
അതുപോലൊക്കെയുള്ള ഇത് കൂടി വരാം. അതുകൊണ്ട് അത്ര വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണമെന്നില്ല. പിന്നെ യൂറിന്റെ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അമോർഫസ് ഫോസ്ഫേറ്റ്സ് കൂടി നിൽക്കാം. പിന്നെ ഇത്രയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓരോ കാര്യത്തെ യൂറിന്റെ കളർ നമ്മൾ കളർ ചോദിക്കണം. ഇപ്പോഴത്തെ കാലത്ത് കണ്ടില്ല ഡോക്ടറെ, ഞങ്ങൾ ക്ലോസറ്റിൽ ഒഴിച്ചു പോയി എന്നൊക്കെ പറയും. പക്ഷെ എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും യൂറിനറി പ്രോബ്ലംസ് ആയിട്ട് വരുന്ന പേഷ്യന്റിനെ നമ്മൾ തീർച്ചയായിട്ടും പിന്നെ അവരോടൊന്ന് പറയണം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, യൂറിൻ എങ്ങനെ പോകുന്നത്, എന്താണ് അതിന്റെ കളറ്, സാധാരണ പോലെ നമ്മുടെ ഫ്ലോ കളറാണോ അതോ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചോളാൻ പറയണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് അതുപോലെ ഉണ്ടെങ്കിൽ ഒരു വെളുത്ത കുപ്പിയിൽ എങ്ങാണോ ഒന്ന് പിടിച്ചത് നോക്കാൻ പറയണം. അപ്പൊ അതിന് നമ്മൾക്ക് മെയിനായിട്ടും നമ്മുടെ ബുക്കുകളിലൊക്കെ പറയുന്ന പല കളറും പറയുന്നുണ്ട്. അതിൽ യൂറിൻ ഗ്രീനിഷ് ഓർ ഒലീവ് ഗ്രീൻ കളറില് നമ്മൾ പല ഇതിനും പറയാം. പക്ഷെ അത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂഡോമോണാസിന്റെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ യൂറിൻ കളറ് യെല്ലോയിഷ് ആകുന്നത്. അപ്പൊ അതിൽ നമുക്ക് പറ്റിയ മരുന്ന് രണ്ടെണ്ണമാണ്. ഒന്ന് യൂക്കാലിപ്റ്റസും രണ്ടാമത്തത് പിന്നെ കാർബോളിക് ആസിഡും. യൂക്കാലിപ്റ്റസ് 1x കൊടുക്കുക, അല്ലെങ്കിൽ കാർബോളിക് ആസിഡ് 30. ഈ രണ്ട് മരുന്ന് കൊണ്ട് നമുക്ക് ആ യൂറിന്റെ കളറ് വ്യത്യാസപ്പെടുത്തിയെടുക്കാം. പിന്നെ ലിവർ ഡിസീസിൽ യൂറിൻ ബ്രൗണിഷ് വന്നു കഴിഞ്ഞാൽ ലെപ്റ്റാൻഡ്ര, അല്ലാതെ തന്നെ അസൈറ്റിസ് കണ്ടീഷൻ അങ്ങനെയൊക്കെ വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ കോഫി ഗ്രൗണ്ട് യൂറിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇൻഫെക്ഷൻ കൂടും. അസൈറ്റിസ് ഒക്കെ വന്നിട്ട് ഇൻഫെക്ഷൻ കൂടി വരുന്ന സമയത്താണ് ഈ പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് കൊടുക്കാവുന്ന മരുന്ന് എപ്പിസ് ആണ്. എപ്പിസ് 3x-ഓ 30-ഓ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം നമുക്ക് ആ കളറൊക്കെ മാറ്റി അസൈറ്റിസിനും കുറവ് വരുത്താം. നമുക്ക് അസൈറ്റിസ് ഒന്നും ഇല്ലാതെ ഈ കോഫി ഗ്രൗണ്ട് യൂറിൻ കളർ വന്നു കഴിഞ്ഞാല് ഹെലിബറസ് നല്ല ആക്ഷൻ കിട്ടും. പിന്നെ എപ്പിത്തീലിയൽ കാസ്റ്റിലാണ് വരുന്ന, കാസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ആഴ്സാൽബ്. പിന്നെ സിലിണ്ട്രിക്കൽ കാസ്റ്റ് ചിലപ്പോൾ കാണാം, യൂറിൻ കണ്ടെയ്ൻ സിലിണ്ട്രിക്കൽ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് കാണുവാണെങ്കിൽ ടെറിബെന്തിനം 30. അതുപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോഴേ എപ്പോഴും നമുക്ക് ചൂടായിട്ടല്ലേ സാധാരണഗതിയിൽ യൂറിൻ പാസ് ചെയ്യുന്ന ചൂട് യൂറിൻ ആയിരിക്കും. നമ്മളെല്ലാവർക്കും അത് ഫീൽ ചെയ്യാറുണ്ടല്ലോ, ചെറിയ ചൂടോട് കൂടിയല്ലേ എപ്പോഴും. പക്ഷെ ചില പേഷ്യന്റ്, എനിക്കൊരു പേഷ്യന്റ് വന്ന് പറഞ്ഞു യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ തണുപ്പാ ഡോക്ടറെ, ഐസ് പോലെ പോകുന്നു പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒത്തിരി തപ്പി, അത് എങ്ങനെ നമുക്ക് വല്ല മെഡിസിനും ഉണ്ട് കണ്ടുപിടിക്കാൻ പറ്റി. അതിൽ നൈട്രിക് ആസിഡ് ആണ് അതിന്റെ റീസൺ എന്താണെന്ന് പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ നമുക്ക് നമ്മുടെ വെറ്ററിനറി മെഡിക്കൽ നിന്ന് കിട്ടിയത് യൂറിൻ ഫീൽസ് കോൾഡ് വെൻ പാസിംഗ് എന്നുള്ളത്, അത് നൈട്രിക് ആസിഡ് ആണ് അത് മെഡിസിൻ. പിന്നെ അതുപോലെ തന്നെ യൂറിൻ കണ്ടെയ്ൻ ഫാറ്റി ട്യൂബേഴ്സ്, ഫാറ്റി സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മെർക്കോർ മെഡിസിൻ. പിന്നെ യൂറിൻ സ്ട്രാങ്കുറി ആൻഡ് ഹെമിച്ചൂറിയയും വന്നിട്ട് റിട്ടൻഷൻ ഓഫ് യൂറിൻ വരുവാണെങ്കിൽ അതിൽ ക്യാമ്പറ നല്ല മെഡിസിൻ. പിന്നെ നമുക്ക് കാണാവുന്ന ഒരു കളറാണ് മിൽക്കി യൂറിൻ. മിക്കവാറും എല്ലാം ഒരുപാട് മെഡിസിനകത്ത് നമ്മൾ മിൽക്കി യൂറിൻ കേട്ടിട്ടും പഠിച്ചിട്ടുമുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇറ്റ് മേ ബി ഡ്യൂ ടു UTI ഉള്ള കണ്ടീഷനിലാണ് മിക്കവാറും മിൽക്കി യൂറിൻ ആകുന്നത്. പിന്നെ വിത്ത് സ്മെല്ല് നോക്കാം, ബാഡ് സ്മെല്ല് വല്ലതും ഉണ്ടോ, പിന്നെ ഉണ്ടെങ്കിൽ അത് ഡ്യൂ ടു ബാക്ടീരിയ ആണ്, ക്രിസ്റ്റൽസ് ഓർ ഫാറ്റ്സ്. വൈറ്റ് ഓർ റെഡ് ബ്ലഡ് സെൽസ് കാണാനും ചാൻസ് ഉണ്ട് ഇതിനകത്ത്, അല്ലെങ്കിൽ മ്യൂക്കസ് കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോ ഈ മിൽക്കി യൂറിൻ വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കൈലൂറിയാണ്. അത് വളരെ റെയർ കണ്ടീഷനാണ്. ആ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ലിംഫാറ്റിക് ഫ്ലൂയിഡ്സ് ലീക്സ് ത്രൂ ദ കിഡ്നി, ലീക്സ് ഇൻ ടു ദ കിഡ്നി ആൻഡ് ടേൺസ് യൂറിൻ മിൽക്കി വൈറ്റ്. പിന്നെ ചിലപ്പോഴത് ആഫ്റ്റർ ഈറ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ്സ് ദാറ്റ് ആർ ഹൈ ഇൻ ഫോസ്ഫറസ്
ഫോസ്ഫറസ് ആൻഡ് പിന്നെ ഡയറ്ററി മിൽക്കൊക്കെ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ യൂറിൻ പ്രോട്ടീൻ ഒക്കെ കൂടുതൽ വന്ന കണ്ടീഷൻസിൽ അത് കഴിച്ചതിന്റെ അടുത്ത ദിവസം ഒരു മിൽക്കി യൂറിൻ പോലെ കാണാം. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് ചോദിക്കണം, എന്തെങ്കിലും ഫുഡ് കഴിച്ചോ, അങ്ങനത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ അങ്ങനെ ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മളത് ഡിസീസ്ഡ് കണ്ടീഷൻ ആണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പിന്നെ ചില കണ്ടീഷൻസിൽ നമ്മൾക്ക് സ്കിൻ ഡിസീസ് വന്നതിന് ശേഷം സ്കിൻ ഡിസീസ് ആഫ്റ്റർ പിന്നെ സ്കിൻ ഡിസീസസിൽ സപ്രഷൻ ഓഫ് സ്കിൻ ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞാലും മിൽക്കി യൂറിൻ പോലെ വരാം. അത് ഇൻഫെക്ഷൻ ഉള്ളിൽ പോകുന്ന സമയത്താണ്. അതിന് പറ്റിയ മരുന്ന് എപ്പിസ് ആണ്. പിന്നെ ചിലപ്പം പറയുന്ന യൂറിൻ ലൈക്ക് ബട്ടർ മിൽക്ക് അങ്ങനെ വരുവാണെങ്കിൽ ഓറമെറ്റ്. കേർഡ് പോലാണെങ്കിൽ ആസിഡ് യൂറിൻ ലൈക്ക് കേർഡ്, അപ്പം അതില് ആസിഡ് ആണ്. കേർഡ് ലൈക്ക് യൂറിൻ. ബട്ടർ മിൽക്ക് ഏതാ? ഫോസ്ഫറസ്. ബട്ടർ മിൽക്ക് ആണ് ഫോസ്ഫറസ്. അല്ല ഓറമെറ്റ്. ഓറമെറ്റ്. കേർഡ് ആണെങ്കിൽ ആസിഡ് ഫോസ്. നമ്മൾ ഒരു ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത് യൂറിനിൽ ക്രിയേറ്റിൻ കാണാറുണ്ടോ, ഉണ്ടെങ്കിൽ മെഡിസിൻ ഏതാന്ന് ഒരു ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യൂറിനിൽ ക്രിയാറ്റിനിൻ കാണാനുണ്ടോന്നോ? യൂറിനിലെ ക്രിയാറ്റിനിൻ റേഷ്യോ വരുമല്ലോ, അതിന്റെ യൂറിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ഇതായിട്ടാണോ ഇല്ലയോ നോക്കണം. ഞാൻ കറക്റ്റ് റേഷ്യോയുടെ ഒക്കെ ഇപ്പൊ അളവ് പറഞ്ഞു തരാൻ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് അങ്ങനെയുണ്ട്. അതിന്റെ ആ റേഷ്യോ കൂടുതലാകുന്നുണ്ടെങ്കിൽ അത് കിഡ്നി ഫങ്ഷൻ പ്രശ്നം ഉണ്ടാകുകയാണ്. അപ്പൊ അത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കണം. അപ്പൊ ഇതിന് സ്പെസിഫിക് പറഞ്ഞു തരാൻ ഇപ്പൊ എനിക്ക് അത് ആ സിംറ്റമാറ്റിക് ആയിട്ട് അത് നോക്കണം. പേഷ്യന്റിന്റെ ബാക്കിയെല്ലാം അത് കിഡ്നി ഫങ്ഷൻ പ്രശ്നം ഉള്ളപ്പോഴാണ്, ക്രോണിക് കിഡ്നി ഫെയിലിയർ ഒക്കെ വരുന്ന കണ്ടീഷൻ നമ്മളത് ഇതായിട്ട് കൂട്ടണം. അതിന് റേഷ്യോയിൽ വരുന്ന വ്യത്യാസമാണ്. നമ്മൾ അത് ചെക്ക് ചെയ്യിക്കുമല്ലോ, യൂറിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ട്. സ്പീഡ് കൂടുതലാണ് എഴുതുവാൻ ഒരു മെസ്സേജ് ഒരു ചാറ്റ് ഇവിടെ വന്നു. അതൊക്കെ പറയാം. എന്താ നമ്മള് സ്കിന്നിന്റെ മിൽക്കി യൂറിൻ ആഫ്റ്റർ എറിസിപ്പിലസ് എറപ്ഷൻസ്, അത് എപ്പിസ്. യൂറിൻ ലൈക്ക് ബട്ടർ മിൽക്ക്, യൂറിൻ ലൈക്ക് കേർഡ്, ആസിഡ് ഫോസ്. യൂറിൻ മിൽക്കി ഇൻ ദ മോർണിംഗ്, രാവിലെ മാത്രം മിൽക്കി യൂറിൻ. അത് വളരെ ഇതായിട്ടുള്ളതല്ല, അത് വെള്ളം കുടിക്കാതെ കിടക്കുന്നത് കൊണ്ടൊക്കെ വരുന്നതാ. എങ്കിലും അത് മിൽക്കി രാവിലെ മാത്രം വെളുത്തിരിക്കും നല്ല പാല് പോലത്തെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു മരുന്നാണ് അതുള്ളത്, ലില്ലിയൻ ടിഗ്. നല്ല എഫക്റ്റ് ഹെയർ ഇതായിട്ടാണ്. ചിലര് പറയും മിൽക്കി യൂറിൻ അറ്റ് ദ ക്ലോസ് ഓഫ് യൂറിനേഷൻ, അത് സെപ്പിയ. പിന്നെ കാണാനുള്ളത് യൂറിൻ മിൽക്കി ഓൺ സ്റ്റാൻഡിങ്, അത് നമ്മുടെ സിന. പിന്നെ യൂറിൻ കണ്ടെയ്ൻ ഫോസ്ഫേറ്റ്സ്, അത് ബെൻസോയിക് ആസിഡ്. പിന്നെ മൂക്കോപെരുലന്റ് സെഡിമെന്റ്സ് കാണുന്നതിന് ചിമാഫില. പിന്നെ യൂറിൻ ലൈക്ക് ഓയിൽ ഇൻ ചിൽഡ്രൻ, ചില പിള്ളേരുടെ മൂത്രം ഓയിൽ പോലെ പോന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മരുന്നാണ് കാൽക്കേരിയ കാർബ്. പിന്നെ നമ്മൾ കാണാം ഓയിലി പെലിസിൽസ് ഇൻ യൂറിൻ, അത് കാണാമല്ലോ, സെഡിമെന്റ്സ് പോലെ ഇങ്ങനെ വെള്ളോട്ട് കൂടുതലായിട്ട് കിടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
സൊമ്പൽ സംഭവം. ഗ്രീസി പെലിക്കിൾസ് കടന്നു കഴിഞ്ഞാൽ ലൈക്കോപോഡിയം ഹെപ്പാറും. ഓയില് പോലെ കിടക്കുന്നതിനകത്താണെങ്കിൽ സമ്പല. ഗ്രീസിയില് ഗ്രീസി ആണെങ്കിൽ ലൈക്കോപോഡിയം 30, ഹെപ്പാർ 30. അതുപോലെ ഒരാൾ ഇനി ഓക്സലേറ്റ് എന്തോ ഒരു ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനാണോ? രാധാമണി ഡോക്ടർ എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ മ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അത് ഇനി അറിയാതെ വന്നതാണ്. രാധാമണി ഡോക്ടർ എന്തെങ്കിലും ചോദിക്കാനാണോ ഹാൻഡ് റൈസ് ചെയ്തത്? ലില്യൻ ടിഗിനെ ചോദിച്ചിരിക്കുന്നു. ലില്യൻ ടിഗ് പിന്നെ യൂറിൻ മിൽക്കി ഇൻ ദ മോർണിംഗ്, മിൽക്കി യൂറിൻ രാവിലെ മാത്രം യൂറിൻ മിൽക്കി ആയിട്ട് പോകുന്നതിന് അത് പൊട്ടൻസി ഏത് വേണം ലില്യൻ? അത് 30 ലില്യൻ ടിഗ് 30. ഇതറിയാതെ വന്നാണോ എന്നൊരു സംശയമുണ്ട്. ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചോദിക്കാം. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. പിന്നെ നമ്മള് അടുത്ത യൂറിൻ ടെസ്റ്റില് കാണുന്നത് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്. ഓക്സലേറ്റ് കാണാറുണ്ടോ? ഓക്സലേറ്റിൽ കാണുമ്പോൾ എക്സസ് ഓഫ് ഓക്സാലിക് ആസിഡ്, യൂറിക് ആസിഡ് ആൻഡ് ഫോസ്ഫേറ്റ്സ് ഇൻ യൂറിൻ കണ്ടു കഴിഞ്ഞാൽ നൈട്രിക് ആസിഡ് ആണ് ഏറ്റവും നല്ല മരുന്ന്. എക്സസ് ഓഫ് ഓക്സാലിക് ആസിഡ്, യൂറിക് ആസിഡ് ആൻഡ് ഫോസ്ഫേറ്റ്സ്. നൈട്രിക് ആസിഡ്. അതിനകത്ത് നമുക്ക് മെഡിസിൻ പിന്നെ നൈട്രിക് ആസിഡ്, പിന്നെ വൈറ്റ് ഡെപ്പോസിറ്റ് ഓഫ് ഓക്സലേറ്റ് ഇൻ യൂറിൻ, അത് ഓക്സാലിക് ആസിഡ്. പിന്നെ ഓക്സലേറ്റ് പ്ലസ് ആൽബുമിൻസ്, ആൽബുമിൻ 3+, 2+ ഒക്കെ കണ്ടു കഴിഞ്ഞാല് അതില് പിന്നെ ടെർബന്തിന 3x. പിന്നെ ഒരുപാട് ഓക്സലേറ്റ് ഇൻ അബൻഡൻസ് കണ്ടാൽ കാലിസ് അല്പം കൊടുക്കാം, കോസ്റ്റിക്കം കൊടുക്കാം. പിന്നെ ഫോസ്ഫേറ്റ്സ് വിത്ത് ഒഫൻസീവ് സ്മെല്ലിംഗ് യൂറിൻ. ഒഫൻസീവ് സ്മെല്ലിംഗ് യൂറിന് നമുക്ക് 2-3 ഉണ്ടല്ലോ, നൈട്രിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് ഒക്കെ. പക്ഷെ കൂടുതലും ഫോസ്ഫേറ്റ്സ് കാണുവാണെങ്കിൽ നമുക്ക് ബെൻസോയിക് ആസിഡാ ഫോസ്ഫേറ്റ്സില്. അതുപോലെ തന്നെ യൂറിൻ കോപ്പിയസ് യൂറിൻ വിത്ത് ഫോസ്ഫേറ്റ്സ് കാണുവാണ് ഫെറമെറ്റ്. യൂറിൻ പ്രൊഫ്യൂസ് പെയിൽ വാട്ടറി വിത്ത് ഫോസ്ഫേറ്റ്സ് ഉണ്ടെങ്കിൽ ഫോസ്ഫറസ്. പ്രൊഫ്യൂസ് പെയിൽ ആൻഡ് വാട്ടറി വിത്ത് ഫോസ്ഫേറ്റ്സ്. പിന്നെ നമ്മുടെ നോർമൽ യൂറിന്റെ സാധാരണ അസിഡിക് ആണല്ലോ നോർമൽ യൂറിൻ ആൽബുമിൻ. നമ്മുടെ ഹൈപ്പർ ടെൻഷൻ കണ്ടീഷനിൽ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പം അതിനകത്ത് ഒരുപാട് ആൽബുമിൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന മരുന്ന് വിസ്കം ആൽബം ആണേ. വിസ്കം ആൽബം ടിങ്ചർ. പിന്നെ
പിന്നെ നമുക്ക് കീറ്റോൺ യൂറിയ കാണുമല്ലോ. അത് കീറ്റോൺ യൂറിയ മിക്കവാറും നമ്മൾ ചോദിക്കുമ്പോൾ കീറ്റോൺസ് പ്രസന്റ് എന്നും പറഞ്ഞുകൊണ്ട് വരും. അതിനകത്ത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. അത് സാധാരണഗതി നിങ്ങൾക്കൊരു പിന്നെ വയറ്റിളക്കോ ശബ്ദമുള്ള പിള്ളേരുടെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും കീറ്റോൺസ് പ്രസന്റ് എന്ന് കാണും. അത് പക്ഷേ നമുക്ക് പിന്നെ ഡീഹൈഡ്രേഷൻ്റെ കൊണ്ട് തന്നെയാണ്. 2 ദിവസം നല്ലോണം വെള്ളം കുടിപ്പിച്ചാൽ മാത്രം മതി. അതിന് വേണ്ടി പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല. എപ്പോഴും കാണാം മിക്കവാറും ഈ ഡീഹൈഡ്രേഷൻ ഉള്ള സമയത്ത് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത ആരുടെ ആയാലും. അസറ്റോൺ ഒന്നും കാണത്തില്ലേ? അസറ്റോൺ അസറ്റോൺ വരുന്നത് ഡയബറ്റിക്. അത് അസറ്റോണിന്റെ ഞാൻ പറഞ്ഞു വരുവാണ്. അത് ഡയബറ്റിക് കണ്ടീഷൻസ് കൂടുമ്പോഴാണ് അസറ്റോണിയൂറിയ വരുന്നത്. അസറ്റോണിയൂറിയ വരുന്നതിൽ പിന്നെ മെയിൻ കാരണം ഡയബറ്റിക് ആണ്. ഡയബറ്റിക് പിന്നെ കൺട്രോൾഡ് അല്ലാതെ വരുന്ന കണ്ടീഷൻസിൽ അസറ്റോണിയൂറിയ വരും. അതിന് നമ്പർ 1 റെമഡി അസറ്റിക് ആസിഡ് ആണ്. അത് 30. പിന്നെ നമ്മുടെ കാൽക്കേറിയ മ്യൂർ, നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന മരുന്നല്ല എങ്കിലും കാൽക്കേറിയ മ്യൂറും അത് 30. കോസ്റ്റിക്കം, പിന്നെ ഇൻസുലിൻ നമ്മൾ ഡയബറ്റിക് കൺട്രോളിന് വേണ്ടി കൊടുക്കാനല്ല. അപ്പൊ ഇൻസുലിൻ 3x ഒക്കെ നല്ല മെഡിസിൻ ആണ് അസറ്റോണിയൂറിയ വന്നു കഴിഞ്ഞാൽ. പിന്നെ യൂറിൻ അസിഡിക് എന്ന് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് യൂറിനെ പറ്റിയ മെഡിസിൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആർണിക്ക, ബെൻസോയിക് ആസിഡ്, മെർക്കോറൊക്കെയാണ്. അസിഡിക് യൂറിൻ കൂടുതലാണ്. പിന്നെ ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് ഇൻ യൂറിൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കോർട്ടിസോൺ മെലാൻഡ്രിനോ. ഏക്രിഡ് യൂറിൻ ആണെങ്കിൽ പിന്നെ അത് കൂടുതലും ആർണിക്ക, ബെൻസോയിക് ആസിഡ്, ഹെപ്പാറ്, മെർസോള്, മെർക്കോറ്, സൾഫർ ഒക്കെയാണ്. ഒന്നുകൂടെ പറയണേ. ആർണിക്ക, ബെൻസോയിക് ആസിഡ്, ഹെപ്പാറ്, ലോറോസിറസ്, ഞാൻ പറയാൻ പറ്റുപോയി, ലോറോസിറസ്, മെർസോള്, മെർക്കോറ് ആൻഡ് സൾഫർ. ആക്രിഡ് എന്ന് പറയുകയാണെങ്കിൽ ഏക്രിഡ്. അതുപോലെ ഏക്രിഡ് യൂറിൻ ചിൽഡ്രനിൽ വന്നു കഴിഞ്ഞാൽ മെഡോർണ, ഇഗ്നേഷ്യ, നേട്രം സൾഫറും. ചിൽഡ്രൻ. ന്യൂ ബോണിലാണെങ്കിൽ മെഡോർണ മാത്രമേ ഉള്ളൂ. ന്യൂ ബോണില് ഏക്രിഡ് യൂറിൻ പറഞ്ഞ മെഡോർണ ഒറ്റ ഡോസ് കൊടുത്താൽ മതി. ആ ഏക്രിഡിറ്റി എല്ലാത്തിലും ഉണ്ടാവും. ന്യൂ ബോൺ കുഞ്ഞു ബാബകൾക്ക് ഏക്രിഡിറ്റി വരുന്ന, ചിലപ്പോൾ മോഷനും ഏക്രിഡിറ്റി വന്നിട്ടാണ് അവരുടെ ഏനസ് ഇങ്ങനെ ചുമന്നിരിക്കുന്നത്. അറിയാലോ, കുഞ്ഞു ബാബകളുടെ ഏനസിന് ചുമപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാം സൾഫർ കൊടുക്കും, പക്ഷെ മെഡോർണ മതി. മെഡോർണ ഒറ്റ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏക്രിഡിറ്റി വളരെ പെട്ടെന്ന് മാറും. അങ്ങനെ മാറി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ചുമപ്പ് അങ്ങ് മാറുകയും ചെയ്യും. പിന്നെ ആൽബുമിൻ യൂറിൻ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എപ്പിസ്, അഴ്സാൽബ്, ഒറമറ്റ്, കാൽക്കേറിയ ആഴ്സ്, ഗ്ലോണോയിൻ, ഹെലിബറസ്, ഒരുപാടുണ്ട്. നൈട്രിക് ആസിഡ്, ലൈക്കോപോഡിയം, നേട്രമാഴ്സ്, നേട്രോഫോസ്. വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയാം. യൂറിൻ ആൽബുമിൻസ് വിത്ത് ഹാർട്ട് കംപ്ലൈൻസ്, അത് നമുക്ക് എന്തെങ്കിലും അത് കിട്ടാവുന്നതുമാണ്. നമുക്ക് ചെയ്യിച്ച് നോക്കാം. അല്ല പിന്നെ കൂടുതൽ ഹാർട്ട് കംപ്ലൈൻസ് ഒക്കെ ഉള്ളവർക്ക് യൂറിൻ ആൽബുമിനസ് ആയിട്ട് കാണുവാണെങ്കിൽ സ്പാർട്ടിയ സ്കോപ്പേറിയം ആ മെഡിസിൻ, കാർഡിയക് ടോണിക് ആണല്ലോ സംഭവം. സ്പാർട്ടിയം സ്കോപ്പേറിയം ടിഞ്ചറ, ബിപിക്കൊക്കെ കൊടുക്കാവുന്ന മരുന്നത്. പിന്നെ
സ്കാൻഡി യൂറിൻ വിത്ത് ഹാർട്ട് കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാല് സ്ട്രോഫാന്തസും ഇറ്റ് ഈസ് എ കാർഡിയാക് ടോണിക്. രണ്ട് മരുന്നും ഹാർട്ടിന്റെ ടോണിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഈ ഹാർട്ട് കംപ്ലൈൻസിന്റെ കൂട്ടത്തില് സ്കാൻഡി യൂറിനും കൂടെ ആണെങ്കിൽ എയിൽസറവും കൊടുക്കാം, സ്റ്റിഗ്മാറ്റ, ഈ 3 മരുന്നാനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഏതാ മൂന്നാമത്തെ ഏതാ? സ്റ്റിഗ്മാറ്റ, STIGMATA. ഈൽസർ ഏത് പൊട്ടൻസിയാന്നുള്ളത്? എൽസറം ഇതിൽ കൊടുക്കാവുന്നത് 30ആണ് നമ്മൾക്ക്. പക്ഷെ ക്രിയാറ്റിൻ അത് കിഡ്നി കംപ്ലൈൻസിന്റെ വരുവാണെങ്കിൽ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് 7x ആണ്. പിന്നെ യൂറിൻ ആൽബുമിൻ യൂറിൻ കൂടുതൽ അക്കമ്പനീഡ് ബൈ കിഡ്നി ഡിസ്ലീസസ്, കിഡ്നി ഇൻഫ്ലമേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മെഡിസിൻ ആഴ്സാൽബ്, കാൽക്കറി CP, കാൽക്കറിയഫോസ്, കാലിക്കാർബ്, ലാക്കസിസ്, ഫോസ്ഫറസ്, പ്ലംബം, സൾഫർ. പിന്നെ റെറ്റിനൽ കംപ്ലൈൻസ് ആഫ്റ്റർ യൂറിൻ ആൽബുമിൻ ഇൻക്രീസ്ഡ് ആയിരിക്കുന്നെങ്കിൽ എപ്പിസം, കാൽമിയ, മെർസോൾ. പിന്നെ യൂറിൻ ആൽബുമിൻ പ്രഗ്നൻസി ഡ്യൂറിങ് എപ്പിസ്, സെപ്പിയ, മെർക്കോർ, ഹെലോണിയസ്. യൂറിൻ ആൽബുമിൻ കൂടിക്കൊണ്ട് പ്രഗ്നൻസി പീരീഡ് നമുക്ക് മിക്കവാറും കാണുമല്ലോ ആൽബുമിൻ കൂടി. അങ്ങനെ വരുന്ന സമയത്ത് ഹെലോണിയസ് വളരെ നല്ലൊരു മെഡിസിൻ ആണ്. അതായത് ആഫ്റ്റർ ഡെലിവറി ആണ് എങ്കിൽ മെർക്കോർ, ആസിഡ് പോസ്, പൈറജൻ. അതില് പിന്നെ ലേറ്റർ ഇൻ പ്രഗ്നൻസി 3rd ട്രൈമിസ്റ്ററിലൊക്കെ വരുവാണെങ്കിൽ ഫോസ്ഫറസ്. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞത് യൂറിനില് അട്രാക്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലിസറിസ ഗ്ലാബ്ര. ഞാൻ വായിച്ച കൂട്ടത്തിൽ കണ്ടുകിട്ടിയതാ. പിന്നെ അത് പക്ഷെ നമുക്ക് ഈ പിള്ളേരൊക്കെ മൂത്രമൊഴിച്ചിട്ടെടുത്ത് എറുമ്പ് വന്നോന്ന് കേട്ട പണ്ടത് പറയും നമ്മൾ ഈ ഡയബറ്റിക്കാരുടെ യൂറിനകത്താണ് എറുമ്പ് ഇരിക്കുന്നതെന്ന്. അല്ലാതെ കുട്ടികളുടെ മൂത്രം കിടക്കുന്നിടത്ത് എറുമ്പ് വരുന്നെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന മരുന്ന് ഗ്ലിസറിസ ഗ്ലാബ്ര. ടിഞ്ചറാണോ മേഡം? അതെ അതെ. ഇനി നമുക്ക് ഞാന് പിന്നെ കുറച്ച് യൂറിന്റെ ആൽക്കലൈൻ യൂറിനെ പറ്റി കുറച്ച് പറഞ്ഞുതരാം. ആൽക്കലൈൻ യൂറിൻ വിത്ത് റെഡ് സെഡിമെന്റ്സ്. അത് നാട്രം യൂറിൻ. യൂറിൻ ബ്ലാക്ക്, ഡാർക്ക് റെഡ് വിത്ത് ഇഡിമ ആഫ്റ്റർ സ്കാർലറ്റ് ഫീവർ ആണെങ്കിൽ ലാക്കസിസ്. ഹൈലി കളേർഡ്, ഒഫൻസീവ്, തിക്ക് ആൻഡ് ഡാർക്ക് അങ്ങനെ വന്ന ബെൻസോയിക് ആസിഡ്. യൂറിൻ റെഡ് ബ്രൗൺ ലൈക്ക് ബിയർ അങ്ങനെ വന്നു കഴിഞ്ഞാല് ബ്രൈ.
ഞാൻ മുമ്പേ പറഞ്ഞപ്പോ പറയാൻ വിട്ടുപോയതാ. മിൽക്കി യൂറിൻ ഡ്യൂറിങ് മെൻസസിൽ പറയുകയാണെങ്കിൽ ബെറിബറിസ് വൾഗാരിസ്. ഞാൻ മിൽക്കി യൂറിന്റെ കാര്യം മുമ്പേ കുറെ പറഞ്ഞായിരുന്നുണ്ട്. അപ്പൊ അതില് ഇത് വിട്ടുപോയി 2 കാര്യം. മിൽക്കി യൂറിൻ ഡ്യൂറിങ് മെൻസസ് ബെറിബറിസ്, ആഫ്റ്റർ മെൻസസ് നൈട്രം യൂറിൻ. ഭയങ്കര ഡാർക്ക് കളറായിട്ട് ബിർക്ക് റെഡ് ഓർ ഡാർക്ക് ബ്രൗൺ കളറിൽ വന്നു കഴിഞ്ഞാൽ എസ്കുലസ്. Red sand in urine with the burning in the urethra after urination. Ledam. അത് white sand in urine ആണെങ്കിൽ സർസപ്പറില്ല. Profuse urination during menses. അത് പലപ്പോഴും നമുക്ക് കിട്ടും, നമ്മൾ ഓർക്കാത്തൊരു മരുന്നാ പൈറ്റിലൊക്കെ. ഇനി സപ്രഷൻ ഓഫ് യൂറിൻ ഇൻ ഹിസ്റ്ററിക്കൽ കേസസ്, അതിന് ഇഗ്നേഷ്യ. Dyspepsia with profuse urination, uranium nitricum. Profuse urination with the dryness of throat, pneumonia. Incontinence of urine with a very strong odor of urine, benzoic acid. Incontinence with a strong odor, very strong odor. ഏതാ മെഡിസിൻ ഏത്? Benzoic acid, benzoic. Incontinence during daytime only, Therampos. Incontinence in children and difficult to awake. അവരെ വിളിച്ചുണർത്താനേ പറ്റാത്ത ക്രിയോസോട്ടിന്. Constant dribbling of urine പറയുമ്പോൾ വെർബാസ്കർ. പിന്നെ ആൽബമിനോറിയയുടെ പറഞ്ഞ കൂട്ടത്തിൽ 1-2 കാര്യം വിട്ടുപോയി. ആൽബമിനോറിയ ഫോളോയിങ് ഇന്റർമിറ്റന്റ് ഫീവർ. പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് ആൽബമിനോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആൽബമിനോറിയ കണ്ടു കഴിഞ്ഞാലുള്ള ഏറ്റവും നമ്പർ 1 മെഡിസിൻ ലാക് ഡിഫ്ലോറേറ്റോ ആണ്. 30 റിപ്പീറ്റഡ് ഡോസ് ഒരു 3 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കിട്ടും. അതേസമയം ടൈഫോയിഡിന് ഫീവറിന് ശേഷമാണെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ്. പിന്നെ എഡിമ വിത്ത് ആൽബമിനോറിയ ഇൻ ഡ്രങ്കാർഡ്സ്. അതിൽ യൂറിൻ വിത്ത് മിൽക്കി സെഡിമെന്റ്സ് ആൻഡ് സ്വീറ്റ് സ്മെല്ല് വരുവാണെങ്കിൽ പെറമൈഡേറ്റ്. ഇതുവരെ സ്ട്രോങ് ഓർഡർ ആയിരുന്നു, ഇപ്പൊ സ്വീറ്റ് സ്മെല്ല് വന്നാൽ
ഫെറം അയഡേറ്റം ആണ്. ആൽക്കഹോളിക്സിൽ മാത്രമാണോ? എന്തോ? ആൽക്കഹോളിക്സിൽ മാത്രമാണോ? അല്ലാതെ റങ്കാർഡ്സിലും പറയുന്നുണ്ട്. അല്ലാതെയും തന്നെ സ്വീറ്റ് സ്മെല്ലിങ് യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറം അയഡേറ്റം ആണ്. പെയിൻ വൈൽ യൂറിനേഷൻ ആഫ്റ്റർ ഫുൾ മീൽ. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ടും പെയിൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് മോസ്കേറ്റ. പിന്നെ ആൽബുമിനസ് യൂറിൻ വിച്ച് വിക്കം ബ്ലാക്ക് ലൈക്ക് ഇങ്ക് വരുന്നത് കോൾച്ചിക്ക. പെയിൻഫുൾ യൂറിനേഷൻ ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിൻ സ്റ്റാർട്ട്സ്. അതറിയാലോ എല്ലാവർക്കും. തടസ്സപ്പെടില്ല. പിന്നെ discharge of bloody urine drop by drop and the patient double up and screams with the pain. Cantharis. ഒന്നുകൂടെ പറയാവോ സിംറ്റം? Discharge of bloody urine passes drop by drop. The patient doubles up and screams with the pain. The Cantharis 30. ഒരുമാതിരിയൊക്കെ എല്ലാം ആയി. ബാക്കി നിങ്ങളൊക്കെ ചോദ്യമല്ലേ പറഞ്ഞതാ, നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. ഞാൻ കുറച്ചൊക്കെ നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാ. കഴിഞ്ഞ പ്രാവശ്യം സ്ട്രിക്ചർ പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം യൂറിനിൽ പിടിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ എല്ലാരും ഈ ഫ്രോത്തി യൂറിൻ കണ്ട ഉടനെ തന്നെ സംശയമാണല്ലോ എല്ലാവർക്കും. ഫ്രോത്തി യൂറിൻ അപ്പൊ നമ്മൾ അങ്ങനെ ഇത് മൈക്രോ ആൽബുമിൻ ഉണ്ടെങ്കിലും ഇതേ ആൽബുമിൻ ഇത് വെച്ച് തന്നെ കൊടുത്താൽ മതിയോ? അതില് ഫ്രോത്തി യൂറിനിലെ മൈക്രോ ആൽബുമിൻസിന്റെ ഒരു പിന്നെ ഇത് വരുന്നത് നമ്മൾ ഡയബറ്റിക് കണ്ടീഷനിലായിരിക്കാം കൂടുതൽ. നമ്മൾ ഡയബറ്റിക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഡയബറ്റിക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് HbA1c ഒക്കെ കൂടുതൽ നിൽക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും യൂറിനിലെ മൈക്രോ ആൽബുമിൻ കൂടെ ടെസ്റ്റ് ചെയ്യണം. അപ്പം മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ വെച്ചിട്ട് നമുക്ക് മെഡിക്കേഷൻ കൊടുക്കാം. അതൊരു നിമിഷം ഞാൻ ഇപ്പം എടുത്തോട്ടെ. ഞാൻ ഈ കൂട്ടത്തിൽ എഴുതിയില്ലായിരുന്നു, ഞാൻ നോക്കിക്കോട്ടെ, എന്റെ കയ്യിൽ കിടപ്പുണ്ടത്. യൂറിനിലെ മൈക്രോ ആൽബുമിൻ പറഞ്ഞു കഴിഞ്ഞാല് അത് നോർമൽസിയിൽ ഒരു കുറച്ചൊക്കെ കാണാം. അപ് ടു 30 വരെയൊക്കെ 150 വരെയൊക്കെ മൈക്രോ ആൽബുമിൻ ഉണ്ടെങ്കിൽ അത്ര പേടിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ അങ്ങ് പോകും, കുഴപ്പമില്ല. പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ വരുവാണെങ്കിൽ 150 to 500 വരെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഹെലിബറസ് 30 കൊടുത്താൽ മതി. നല്ല ആക്ഷനാണ്. എനിക്ക് ഒരുപാട് പേരതിന് നമുക്ക് ഒരുപാട് പേഷ്യൻസിൽ നമുക്ക് അതിന് ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. മൈക്രോ ആൽബുമിൻ 150 to 500 വരെ വരുന്നത്. അതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഹെലിബറസിൽ കുറയ്ക്കാം. അതിനേക്കാൾ കൂടുതൽ 500 to 1000 വരെയൊക്കെ പോവുകയാണെങ്കിൽ ടെർബെൻ 3x. പിന്നെ ഹെവി ആയിട്ട് വരുവാണെങ്കിൽ അത് 1000 തൊട്ട് 3000 ഒക്കെ പോവുകയാണെങ്കിൽ എപ്പിസ് 30, എൽസറം 30 പോണം. പിന്നെ അതിനേക്കാൾ കൂടുതൽ മോർ ദാൻ 3000 ഒക്കെ വന്നാലാണ് പിന്നെ നമ്മളത് എൽസറത്തിലൊന്നും ചിലപ്പോൾ നിന്നില്ലെന്ന് വരും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോകേണ്ടി വരും. മെഡോർണ കൊടുക്കാം. മെഡോർണ ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കി അത്. എന്നാലും പിടിച്ചു നിർത്താൻ നമുക്ക് ഉറപ്പ് പറയാനൊക്കത്തില്ല.
ചില കേസ് നമ്മൾ കൊടുക്കുമ്പോ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ കുറഞ്ഞെന്നിരിക്കും. എങ്കിലും ബാക്കി ഇച്ചിരി കുറച്ചൊക്കെ കുറവായിട്ട് ഇതാകുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഹെലിപറസും ടെർബന്തിനും ഒക്കെ കൊണ്ട് കംപ്ലീറ്റ്ലി കുറച്ച് കൊണ്ടുവരിക്കാം. മെഡോർണത്തിന്റെ ഏത് പൊട്ടൻസിയാണല്ലേ? ഡോറിന് ഹയർ പൊട്ടൻസി കൊടുക്കണം, 1M ഒക്കെ കൊടുക്കണം. 1M 10M അങ്ങോട്ട് പോകണം, താഴത്തോട്ട് പൊട്ടൻസി അല്ല. ഇനിയിപ്പം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അങ്ങനെയുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഹാൻഡ് റൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ അവസാനം സമയം കിട്ടാതെ വരും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈയിടെ എനിക്ക് ഒരു കേസിൽ pH 4 എന്നാ കണ്ടേ. അതില് നമ്മള് അത് പക്ഷെ ഡീഹൈഡ്രേഷൻ കേസ് ആയിരുന്നു. എന്ത് കേസാ? ഡീഹൈഡ്രേഷൻ ആയിരുന്നു. ഡീഹൈഡ്രേഷൻ. അതെ, ഡീഹൈഡ്രേഷൻ വരുമ്പോഴും അത് pH കുറവ് കേട്ടായിരുന്നു. മൈക്രോ ആൽബുമിൻ വിത്ത് ബാക്ടീരിയ എന്നൊരു ചോദ്യമുണ്ട്. മൈക്രോ ആൽബുമിൻ ബാക്ടീരിയ എന്നൊരു ചോദ്യമുണ്ട്. അതിനു മുമ്പ് സപ്രഷൻ ഓഫ് യൂറിൻ എന്നൊരു ചോദ്യമുണ്ട്. സപ്രഷൻ ഓഫ് യൂറിൻ ഏത് നമ്മൾ ഞാൻ പറഞ്ഞു വന്നപ്പോഴുള്ളതായിരിക്കും അല്ലേ? ഇതിപ്പോ വന്നതാ. സുനിൽ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? സുനിൽ ഡോക്ടറിനെ നമുക്ക്. ഞാൻ സപ്രഷൻ ഓഫ് യൂറിൻ മുമ്പേ പറഞ്ഞത് ഹിസ്റ്ററിക്കൽ കേസസിൽ സപ്രഷൻ ഓഫ് യൂറിൻ വന്നാൽ നമുക്ക് പിന്നെ ഇഗ്നേഷ്യയുടെ കാര്യം ഞാൻ പറഞ്ഞത്. സുനിൽ ഡോക്ടർ അതാണോ ഡോക്ടർ ഉദ്ദേശിച്ചത്? ചോദിക്കാം, നമുക്ക് ചോദിക്കാം. സുനിൽ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കാം. സുനിൽ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. സുനിൽ ഡോക്ടറെ, സപ്രഷൻ. മാഡം, അത് കുറെ കേസിൽ യൂറിൻ സപ്രഷൻ ആയിട്ട് വരുന്ന കേസുകളുണ്ടല്ലോ. അപ്പൊ അതില് എങ്ങനെയാണ് യൂറിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു ഒളിഗ്യൂറിയ, പിന്നെ ഒരു സപ്രഷനിലേക്ക് പോകുന്ന കണ്ടീഷനിൽ റീനൽ ഫെയിലിയറിലൊക്കെ. അപ്പൊ അതിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്? അതില് പെക്രിക് ആസിഡ്, സിഞ്ചിബർ ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്തത്. കംപ്ലീറ്റ് അനോറിയ വിത്ത് സപ്രഷൻ ജിഞ്ചിബറിൽ പറയുന്നുണ്ടല്ലോ. സിഞ്ചിബറും ഉണ്ട്, പിക്രിക് ആസിഡും ഉണ്ട്. ഓക്കെ, പിക്രിക് ആസിഡ് പൊട്ടൻസി എങ്ങനെയാണ്? 30? അത് പൊട്ടൻസി 30 ഒക്കെയാണ്, 30 to 100 അങ്ങനെ ആ റേഞ്ച് പോകുന്നത് നല്ലത്. അതുപോലെ ജിഞ്ചിബർ ഡേഞ്ചർ. ഓക്കെ. ജിഞ്ചിബറും ടെർബന്തൊക്കെ ഒന്നേ 1x അല്ലെ 3x ടിഞ്ചർ, ഇതിലൊക്കെ ലോ പൊട്ടൻസി ആണ് യൂസ് ചെയ്യാൻ നല്ലത്. സുനിൽ ഡോക്ടറിന്റെ സംശയം കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി സൂര്യ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഡോക്ടർ, ഒരു യൂറിൻ പെയിൻസ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? കേട്ടില്ല. ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞില്ലേ? യൂറിൻ പെയിൻഫുൾ ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. അത് നെക്സ്റ്റ് മോസ്കേറ്റാ. താങ്ക് യു. അല്ല, ചില പ്രോസ്റ്റേറ്റ് കേസിലൊക്കെ യൂറിൻ പോയിട്ട് 2-3 ദിവസമായി അങ്ങനെയൊക്കെ പറയത്തില്ല ഡോക്ടർ. അപ്പൊ ദാറ്റ് മീൻസ് സപ്രഷൻ ഓഫ് യൂറിൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എന്തൊക്കെ ക്ലിയർ ആയില്ല സൂര്യ. സപ്രഷൻ ഓഫ് യൂറിൻ എന്ന് പറഞ്ഞ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ വരത്തില്ല, ജെൻസ്. അപ്പൊ യൂറിൻ പോകുന്നില്ല, എന്താ പ്രോസ്റ്റേറ്റ് കംപ്ലൈന്റ് ഒക്കെ ഉള്ളവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? രണ്ട് ദിവസമായിട്ട് കോണിയം, പിന്നെ പ്രോസ്റ്റേറ്റിന്റെ മെഡിസിൻസ് അല്ലേ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത്? പ്രോസ്റ്റേറ്റിന്റെ മെഡിസിൻ, ഞാൻ പ്രോസ്റ്റേറ്റ് എന്നൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. യൂറിൻ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, യൂറിൻ പോകുന്നില്ല, 2 ദിവസം കൊണ്ട് വളരെ ക്വാണ്ടിറ്റി കുറവാ പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താണ് സസ്പെക്ട് ചെയ്യേണ്ടത്, ഓർ എന്താണ് മെഡിസിൻ?
അല്ല അതെന്താണ് അതിന്റെ റീസൺ കണ്ടുപിടിക്കണ്ടേ നമ്മൾ, എന്താണ് അതുകൊണ്ടാണ് പിന്നെ അത് വരുന്നത്. അതിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൾഡ് ഏജും അങ്ങനത്തെ ഒക്കെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് കാർബ് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ പിക്രിക് ആസിഡ്, സിഞ്ചിബർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഓക്കെ ഡോക്ടർ. ഇനി ഹരിഹരൻ സാർ റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറ്. ഞാന് വരുന്നില്ല ഡോക്ടർ, ഇപ്പം മിക്കവാറും എല്ലാം നല്ല പോലെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഡോക്ടറെ ഈ മിൽക്കി യൂറിൻ വരുന്നതേ ഇത് ഏത് കേസാണെന്നറിയാമോ? ഈ ഫൈലേറിയാസിസിന്റെ കേസിനും അതുപോലെ തന്നെ മലേറിയ കേസിനും കൈലൂറിയ വരും. അല്ല ഡോക്ടർ ഒരു പോയിന്റ് പറഞ്ഞു, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലിംഫാണ് അത് യൂറിൻ വഴി വരുന്നത്. ലിംഫാണ്, അതുകൊണ്ടാണ് അത് വൈറ്റിഷ് കളറ് വരുന്നത്, കൈലൂറിയ ആയിട്ട് വരുന്നത്. പിന്നെ ഡോക്ടർ മിക്കവാറും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ അതായത് ഇപ്പോ ഈ ഗൗട്ടി പേഴ്സൺസ് ഗൗട്ടായിട്ട് വരുന്നവർക്ക് നമുക്ക് നല്ല കൊടുക്കാൻ പറ്റുന്ന മരുന്ന് നാട്രമൂറാണ്. ഗൗട്ടായിട്ട് വരുന്നവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എക്സ്ട്രീം വീക്ക്നെസ്, യൂറിനേഷൻ വന്നിട്ട് അതിന് തൈറോയിഡിനും നല്ലതായിട്ട് കാണും. തൈറോയിഡിനും വണ്ണം ഒരു 3 ഡോസ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിന് തന്നെ ഇച്ചിങ് വരുവാണെങ്കിൽ ഡോളിക്കോസ് ടിഞ്ചർ നല്ലതാണ്, ഡോളിക്കോസ്. പിന്നെ ബാക്കി മിക്കവാറും എല്ലാം ഡോക്ടർ പറഞ്ഞു. അത് എന്തായാലും പിന്നെ ഇത് റുമാറ്റിസത്തോടു കൂടി വരുവാണെങ്കിൽ ഈ ലാക്റ്റിക് ആസിഡ് നല്ല മെഡിസിനാണ്. റുമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ മൂത്രം ഇതായിട്ട് വരുവാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് നല്ലതാണ്. പിന്നെ വേറെ ഒരു പോയിന്റ് ഡോക്ടർ പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്ന യൂറിക് ആസിഡിന്റെ പറഞ്ഞില്ലേ, യൂറിക് ആസിഡ് കൂടുതലായിട്ട് വരുവാണെങ്കിൽ ഡോക്ടർ ഒരു മരുന്ന് പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അതിന് നല്ലത് യൂറിക് ആസിഡ് കൂടുതലായിട്ട് വരുവാണെങ്കിൽ അർട്ടിക്ക യൂറൻസ് നല്ല മെഡിസിനാണ്. ഞാൻ പറഞ്ഞത് നൈട്രിക് ആസിഡ് ആയിരുന്നു ഡോക്ടറെ. ഇത് പറഞ്ഞില്ല, യൂറിക് ആസിഡിന്റെ ഡോക്ടർ പറഞ്ഞായിരുന്നു എന്റെ ഓർമ്മ. ഏത് മരുന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞ മെഡിസിൻ നൈട്രിക് ആസിഡ് ആയിരുന്നു. നൈട്രിക് ആസിഡ്. പക്ഷെ അർട്ടിക്ക യൂറൻസ് ഒന്ന് കൊടുത്തു നോക്കി. അതായത് ഈ അറിയാമല്ലോ, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ട് വേദനയൊക്കെ ആയിട്ട് വരത്തില്ലേ, നമ്മുടെ ഒക്കെ വരും. യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് ലെവൽ വളരെ കൂടുതലായിട്ട് വരുന്ന പേഷ്യൻസിന് അവരുടെ യൂറിൻ നോക്കുമ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ധാരാളമുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് അർട്ടിക്ക യൂറൻസ് ടിഞ്ചറാണ് ഞാൻ. യൂറിക് ആസിഡ് ഡയത്തസിസ് അതിനകത്തുള്ള ഒരാണല്ലേ. യൂറിക് ആസിഡ് പേഷ്യൻസിന് ഞാനൊരു ബാക്കി മെഡിസിൻസ് കൊടുത്തിട്ട് ഇതൊരു ബാക്ക്ഗ്രൗണ്ട് റെമഡി ആയിട്ട് ഞാൻ അർട്ടിക്ക യൂറൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്താല് നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഈ വൈറ്റിഷ് സെഡിമെന്റിന്റെ കാര്യം പറയുമ്പോ അത് ഈ ആസിഡ് ഫോസ് ഡോക്ടർ പറഞ്ഞു, ആസിഡ് ഫോസ് നല്ല മെഡിസിനാണ്. വൈറ്റിഷ് സെഡിമെന്റ് അത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് സിന കൊടുത്താൽ മതി. സിന കൊടുത്താൽ നല്ല റിസൾട്ട്. പിന്നെ ഈ വല്ലാത്ത വാട, അത് ഡോക്ടർ പറഞ്ഞെന്നാ എനിക്കൊന്ന് ബെൻസോയിക് ആസിഡ്. പക്ഷെ ബെൻസോയിക് ആസിഡിന്റെ വേറെ ഒരു സിംറ്റം നമ്മൾ മെട്രിയാമെഡിക്ക് പഠിക്കുന്നുണ്ട്. ഈ ഫ്രൂട്ടിഷ് സ്മെൽ പറയുന്നുണ്ട് ബെൻസോയിക് ആസിഡ് അല്ലേ? അത് പറയുന്നുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് പെട്ടെന്ന് മൂത്രം പോവാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അക്കോണൈറ്റ് കൊടുക്കുകയാണെങ്കിൽ വണ്ടർഫുൾ റിസൾട്ട്. ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുക. അത് 3x ആണ് ഏറ്റവും ബെസ്റ്റ്. കുട്ടി മൂത്രം ഒഴിച്ച് പറ്റില്ല എന്നും പറഞ്ഞ് അമ്മമാര് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ വെച്ച് തന്നെ ഈ അക്കോണൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്. മിക്കവാറും ഉടനെ തന്നെ മൂത്രം പോകും. പിന്നെ ഈ ലൈക്കോപ്പൊടി എന്താ ഡോക്ടർ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. റെഡ് സാൻഡ് ഇൻ യൂറിൻ പറഞ്ഞായിരുന്നു? റെഡ് സാൻഡ് ഞാൻ പറഞ്ഞില്ല. റെഡ് സാൻഡ് ഇൻ യൂറിൻ. പക്ഷെ ആക്ച്വലി
ഞാനത് നോക്കി എന്താണ് ഈ റെഡ്സ് ആൻഡ് യൂറിൻ നോക്കുമ്പോ എന്താ കാര്യം എന്നറിയാമോ? അതില് ഈ ബ്ലഡ് എവിടോ ബ്ലീഡിങ് വന്നിട്ട് അത് മൂത്രം എടുത്ത് നോക്കുമ്പോൾ അതിനടിയിൽ ഇങ്ങനെ സെഡിമെന്റ് ആയിട്ട് കാണും. അതാണ് റെഡ് സാൻഡ് ഇൻ യൂറിൻ വെറ്ററിനറി മെഡിക്കൽ എഴുതിയേക്കുന്നത്. ഏത് സിംറ്റം വന്നാലും അതിന്റെ പുറകിലൊരു പത്തോളജി ഉണ്ടാവും. അതെ, പത്തോളജി നമുക്ക് അറിയാൻ മേല. ഇപ്പം ഈ പ്രൂവിങ്ങിലാണല്ലോ സമയം ഒത്തിരി ആവുന്നില്ലേ? ഞാൻ രണ്ടുപേരോട് ഉണ്ട് സാറേ. ശരി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ വെട്ട്ലോക്ക് ഈ ന്യൂലി മാരീഡ് കപ്പിൾസിനെ അവർക്ക് പിറ്റേ ദിവസം രാവിലെ മൂത്രം ഒഴിക്കാൻ പ്രയാസം വരികയാണെങ്കിൽ അതിന് നല്ലൊരു മെഡിസിനാണ് സ്റ്റാഫിസാക്രിയ. ബെസ്റ്റ് മെഡിസിൻ സ്റ്റാഫിസാക്രിയ. നമുക്ക് പിന്നെ കുട്ടികൾ പേടിച്ചിട്ട് പേടി വന്നിട്ട് മൂത്രം ഒഴിക്കാതിരിക്കുക. അതിന് ബെസ്റ്റ് ഓപ്പിയമാണ്. ഓപ്പിയം ബെസ്റ്റ് മെഡിസിനാണ്. പിന്നെ ഇപ്പൊ ഒരു ഡോക്ടർ ചോദിച്ചില്ലേ, പാരാലിസിസ് വന്നിട്ട് മൂത്രം പോകാതെ വരിക, അതിന് നല്ലത് ലാറോസെറോസിസ് ആണ്. നല്ല മെഡിസിനാണ്. ഇതൊക്കെ പണ്ട് നമ്മുടെ ക്ലിനിക്കിലൊക്കെ ധാരാളം ഇങ്ങനത്തെ കേസ് വരുന്നത്. പക്ഷെ ഇപ്പൊ കൺസിഡറബിളി ഇങ്ങനത്തെ കേസുകളൊക്കെ വളരെ കുറവാണ്. എന്നാലും വരാറുണ്ട്. അപ്പൊ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ശരി, അടുത്ത ആളിനെ വിളിച്ചോളൂ. ഞാനെന്നാ നന്ദി ഹരിഹരൻ സാറേ, നല്ല ഇൻഫർമേഷൻ ആണ് സാറ് തന്നത്. ഇനി സലീംകുമാർ ഡോക്ടർ. ഹായ് ഡോക്ടറെ, എനിക്ക് സംശയങ്ങളെക്കാൾ വേറെ ഷെയർ ചെയ്യാനാണ്. പലപ്പോഴും ഈ കുട്ടികൾക്ക് ഫ്രീക്വന്റ് യൂറിനേഷനൊക്കെ UTIയോ അല്ലെങ്കിൽ യൂറിനറി കംപ്ലൈന്റ് വരുമ്പോൾ അവരുടെ ഫുഡ് പലപ്പോഴും ചോദിക്കണം. ഈ കുട്ടികൾ പലപ്പോഴും നല്ല അച്ചാർ ഈ വക സാധനങ്ങൾ കഴിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഈ എപ്പിത്തീലിയൽ പൊളിഞ്ഞു പോയിട്ടുള്ള ഇത് കാണാറുണ്ട്. അതുപോലെ ഈ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഈ കറുവപ്പട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടിച്ച് തിന്നുന്ന കുട്ടികളുണ്ട്. അതിൽ കറുവപ്പട്ടയൊക്കെ ചമച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻ അവർക്ക് ഒഴിഞ്ഞു മാറില്ല ഒരിക്കലും. അപ്പൊ നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചാലും ഇതുണ്ടാവില്ല. പക്ഷെ ഈ മെയിൻറ്റെയിനിങ് കോസ് ഒഴിവാക്കണം. അവര് ഫുഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് എരിവ് കഴിക്കുക, കറുവപ്പട്ട ഇങ്ങനെയുള്ള ചവക്കുന്നുണ്ടെന്ന് അറിയുക, ഹൈലി ഈ എന്താ പറയാ ഈ പഞ്ചന്റ് ആയിട്ടുള്ള ചില പല സാധനങ്ങൾ കഴിക്കുന്ന കുട്ടികൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വന്നോണ്ടിരിക്കും. ആ ഫുഡ് ഒഴിവാക്കാത്തോളം കലത് മാറില്ല. അതെ ഡോക്ടറെ, അത് കറുവപ്പട്ട ഡോക്ടർ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. അതെ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ സിനമോണിയം കൊടുക്കും. അത് സിന്നമോണിയം കൊടുക്കാം. പക്ഷെ പലപ്പോഴും സിന്നമോണിയം നമുക്ക് ടിഞ്ചറാണ് അവൈലബിൾ ആണ്. 3x അവൈലബിൾ ആണ്. അറിയില്ല. അല്ല, ഇതിങ്ങനെ പല കുട്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നിർത്തിയപ്പോൾ പെട്ടെന്ന് കുറയുകയും ചെയ്യും. അറിയാൻ പോക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല, അതൊക്കെ മെയിൻറ്റെയിൻ കോസ് ആണ്. അത് മാറ്റേണ്ടി വരും. ഓക്കെ സാർ. നന്ദി സലീംകുമാർ ഡോക്ടർ. ഇനി നമ്മുടെ ജയചന്ദ്രൻ ഡോക്ടറാണ് വന്നിരിക്കുന്നത്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അല്ല, ഞാനിപ്പോ പറയാൻ വന്നത്, നേരത്തെ ഒരു ലേഡി ഡോക്ടർ എന്തോ പറഞ്ഞല്ലോ റിട്ടൻഷൻ ഓഫ് യൂറിൻ്റെ കാര്യത്തിൽ. അത് ഈ നമ്മൾ ചില കുട്ടികൾക്കൊക്കെ അബ്ഡമൽ സ്കാനിങ്ങിന് എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് അവർ റേഡിയോളജിസ്റ്റ് യൂറിൻ പാസ് ചെയ്തിട്ട് വന്നിട്ട് ഒന്നുകൂടെ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും യൂറിൻ പോകാതെ ബ്ലാഡറിൽ ഒരുപാട് യൂറിൻ കെട്ടിക്കിടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എന്ത് മരുന്ന്, യൂറിൻ കംപ്ലീറ്റ് അങ്ങനെ മൂത്രമൊഴിച്ച് പോകാൻ വേണ്ടി നമുക്ക് എന്ത് മരുന്ന് കൊടുക്കാൻ കഴിയും? അത് പേടിച്ചിട്ടാ ഡോക്ടറെ, അത് പേടിച്ചിട്ടാണ്. അതിന് നല്ലത് ഓപ്പിയം തന്നെയാണ്. ഓപ്പിയം കൊടുത്താൽ മതി അല്ലേ? പേടിച്ചിട്ടാണ്. അതാ കൊച്ചിനെ, അതായത് ഈ കുട്ടി അവിടെ കൊണ്ടുചെന്ന് മൂത്രം ഒഴിച്ചിട്ട് പിന്നെ കുട്ടി മൂത്രം ഒഴിക്കത്തില്ല. അത് പേടിച്ചിട്ടാണ്. അങ്ങനെയുള്ള കേസിൽ ഓപ്പിയം കൊടുത്താൽ മതി. ഓപ്പിയം പൊട്ടൻസി 200 കൊടുക്കണം. 200 കൊടുക്കണം. ഒരു ഡ്രോപ്പ് ഒരു വലിയ സ്ത്രീയൊക്കെ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, 19 വയസ്സുള്ള ഇല്ലെങ്കിൽ വലിയവർക്ക് കൊടുക്കാം. ഇല്ല, അക്കോണൈറ്റ് കൊടുക്കാം. ഡോക്ടർ പറയുന്നത് പോസ്റ്റ് വോയിഡഡ് യൂറിൻ ആണോ? അതെ.
അതാണ് ആ. അതാണ് അത് വലിയവർക്കും വരാമല്ലോ, കുട്ടികൾക്ക് മാത്രമല്ലോ. വലിയ അല്ല വലിയവർക്കും വരാം. അതാണ് നേരത്തെ ഹരിഹരൻ അപ്പൊ സാറ് അത് അങ്ങനെ പറഞ്ഞല്ലോ. ഇൻക്രീസ് ചെയ്യുമ്പോ ഹരിഹരൻ എന്താണ് സാറ് കൊടുക്കുന്നത്? ഒക്കെ പറഞ്ഞല്ലോ. പിന്നെ കുട്ടികൾ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്നതിന് നമ്മൾ സിനയാണ് കൊടുക്കാറുള്ളത്. അത് മതിയോ, വേറെ വല്ലതും ഉണ്ടോ? പല മരുന്നുകളുണ്ട്. അത് ക്രിയോസോട്ട് ഉണ്ട്, സെപ്പിയ ഉണ്ട്, ബെല്ലുണ്ട്. ബെൽ ആ 30 റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്താൽ മതി. അത് പല പിള്ളേർക്കും അതങ്ങ് മാറാറുണ്ട്. ആ ക്രിയോസോട്ടാണ് മൂത്രം ഒഴിച്ചാലും എണീക്കാൻ പാട്. അവർ എണീക്കത്തേ ഇല്ല. അവിടെ മൂത്രത്തിൽ തന്നെ കിടന്നുറങ്ങിക്കോളും. അതെ പിന്നെ അതെ 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 സെപ്പിയ ഉണ്ട്. സെപ്പിയ എനിക്ക് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഫസ്റ്റ് സ്ലീപ്പിൽ തന്നെ മൂത്രം ഒഴിക്കും. പിന്നെ അതിനേക്കാളൊക്കെ ഇതായിട്ട് പോകുന്ന ക്യൂസിറ്റം ആ ഏത് റെഗുലർ ഏത് പൊട്ടൻസ് കൊടുക്കണം? 200 200 ഒരു 2 ഡോസ് കൊടുത്താൽ മതിയാവും. ഡെയിലി 2 ഡോസ് വീതം അങ്ങനെ ഒരാഴ്ചയെങ്കിലും ഒക്കെ കൊടുക്കണം. പിന്നെ കോസ്റ്റിക്കം ആ ശരി. വണ്ണന്റെ ഡോസേജ് കൊടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് ഇത് യൂറിനേഷൻ കുറയ്ക്കാം. അർജന്റീനയ്ക്കും ഗുണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ചില പെൺകുട്ടികളുടെ ഈ മോഷനിൽ നിന്നുള്ള ബാക്ടീരിയ അവരുടെ വജൈന ഓറിഫൈസിലോട്ട് ശരിക്കും വാഷ് ചെയ്യാതെ ഒരു ഫ്രണ്ടിലോട്ടൊക്കെ വാഷ് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് മോഷനിലുള്ള ബാക്ടീരിയ വജൈന ഓറിഫൈസിൽ കയറിയിട്ട് ചൊറിച്ചിലെന്നും പറഞ്ഞു വരുന്നുണ്ട്. അത് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ബാക്ടീരിയയുടെ പ്രസൻസ് കാണുന്നുണ്ട്. അതിന് നമുക്ക് ഏതാണ് പറ്റിയത്? വളരെ ശരിയാണ് ഡോക്ടർ. അത് ഡോക്ടറെ കൂടുതലും വരുന്നത് ഈക്കോളയാണ്. അതെ, ഈക്കോളൈ ബാക്ടീരിയ. ഈക്കോളയാണ് കൂടുതൽ. അതിന് ഈക്കോളൈ 200 കൊടുക്കുന്നത് ഡോക്ടറെ. ഈക്കോളൈ 200 വാങ്ങിക്കാൻ അത് കിട്ടും. ടൈസ്റ്റ് ഡെയിലി മതിയോ സാർ ഡോക്ടറെ? അതെ അതെ. ഈക്കോളൈ അത് 200 ആദ്യം ഒരു 3 ഡോസ് ആദ്യം കൊടുക്കുക. എന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്യണം. ഇത് ഡോക്ടർ പറഞ്ഞ വളരെ ശരിയാണ്. എനിക്ക് അങ്ങനത്തെ പേഷ്യൻസും ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം പിന്നെ ഞാൻ തന്നെ അവരുടെ ഒക്കെ പറഞ്ഞു, നിങ്ങൾ കുറയുന്നുണ്ട്. ഞാൻ അത് കുറച്ചത് നാട്രം കാർബിലാണ് ഞാൻ ആ മെഡിസിൻ ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ എനിക്കൊന്ന് നെഹ്റു റെപ്പർട്ടറിയില് ഈ ബേണിംഗ് സെൻസേഷൻ ആഫ്റ്റർ യൂറിനേഷൻ എന്നും പറഞ്ഞ ഒരു അമിലറേഷൻ ബൈ വാം ആപ്ലിക്കേഷൻ. അതായത് ഈ പെങ്കൊച്ച് എന്ത് കഴിച്ചാൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴും ഈ ചൂടുവെള്ളമായിട്ട് ബാത്റൂമിൽ ചൂടുവെള്ളമായിട്ട് എന്നിട്ട് ഇതൊഴിക്കും. ഞാൻ എന്നെ ഇട്ട് ഒത്തിരി കളിപ്പിച്ച കേസായിരുന്നു. ഞാൻ അത് അറിയാമല്ലോ, വാം അമിലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി മരുന്നുണ്ട്. ഇതെല്ലാം കൊടുത്തു നോക്കിയിട്ടൊന്നും കുറഞ്ഞില്ല. പിന്നെ യൂറിൻ ഞാൻ ടെസ്റ്റ് ചെയ്യിച്ചപ്പോഴാണ് ഈ കോളൈ കണ്ടത്. ഈ കോളൈ 200 കൊടുത്തു. പിന്നെ ആ കുട്ടിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനും ഞാൻ കൊടുത്തു. അപ്പോഴാണ് ഇത് കുറഞ്ഞത്. എന്നിട്ട് ഞാൻ ആ കുട്ടിയുടെ ഒക്കെ പറഞ്ഞു, ഇത് ഉണ്ടാവാൻ കാര്യം റിക്കർ ചെയ്യുന്നു. ഒരിക്കൽ കുറഞ്ഞു കഴിഞ്ഞ് പിന്നെ റിക്കർ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം. ഇള ബാത്റൂം കക്കൂസി പോയി കഴിഞ്ഞ് കഴുകുമ്പോ രണ്ടാമത് നിന്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പം ഈ കോളൈ കാണുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇതുണ്ടാവുന്നത് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഡോക്ടറെ, ഞാനത് അമ്മമാരോട് പറയാറുണ്ട്. ചെറു ചൂടുവെള്ളത്തിൽ 2-3 തുള്ളി ഡെറ്റോൾ ഒഴിച്ച് വാഷ് ചെയ്യണം. പിന്നെ ബാക്കിലോട്ട് വാഷ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്യാതെ ബാക്കിലോട്ട്. സമയം 5 മിനിറ്റ് കൂടെ ആയി. സുനിൽ ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഡോക്ടർ നന്ദി പറയണേ. ഓക്കെ. മാഡം, എനിക്ക് ചോദിക്കാനുള്ളത് പോസ്റ്റ് വോയിഡൽ ഡ്രിബ്ലിങ്ങിന് ഏതാ മെഡിസിൻസ് വരുന്നത്? അതായിരുന്നു ചോദ്യം. കൊണിയമുണ്ട്, ഇക്യോസിറ്റം ഉണ്ട്. മെഡിസിൻസ് ഉണ്ട്. മെഡിസിൻസ് ഉണ്ട്. അതായത് അത് മിക്കവാറും അത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് കൊണ്ട് വരുന്ന ഒരു സിംറ്റം ആണ് അത്. പറയണേ. ഓക്കെ. സുനിൽ ഡോക്ടറെ. ഹലോ. മാഡം, അപ്പോ ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ശരിക്കും എഴുതി പേജ് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. നോട്ട്സ് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്.
ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്, കുറച്ച് മിസ്സായി. ബാക്കി ഇനി യൂട്യൂബിൽ കാണാം. എന്തായാലും വളരെ നല്ല ക്ലാസ്സായി മാഡം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളായിട്ട് വരണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മാഡത്തിന് IFPHന്റെ പേരിലും ബാക്കി പങ്കെടുത്ത എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു മാഡം. നന്ദി സുനിൽ ഡോക്ടറെ. അങ്ങനെ ഇന്നത്തെ നമ്മൾക്ക് നല്ലൊരു ക്ലാസ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഈ ക്ലാസ് എടുത്തതിന് മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂര്യ ഡോക്ടർ, സുനിൽ ഡോക്ടർ, ഹരിഹരൻ ഡോക്ടർ, സനൽകുമാർ ഡോക്ടർ, ജയചന്ദ്രൻ ഡോക്ടർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. നമ്മുടെ 1456 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും എൻ്റെ ശുഭരാത്രി. ഇത്രയും നേരം എന്നെ സഹിച്ചതിനും ശുഭരാത്രി. ഇത്രയും നന്ദി. വേഗം വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് വരണം മാഡം. ശരി, ശ്രമിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നന്ദി.